മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്? അതിലും ചില വിഷയങ്ങൾ ചില ഭാഗങ്ങളാക്കി മാറ്റാൻ സാധിക്കും നമ്മൾക്ക്. വളരെ പ്രധാനമായി 4 വിഷയങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന്, നമ്മുടെ ഇണയെ തിരഞ്ഞെടുക്കുന്ന സമയം, നമ്മുടെ ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന സമയം ഏറ്റവും നല്ല ഭാര്യയെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ വിഷയം, മക്കളോടുള്ള കടമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മക്കൾ കൺകുളിർമയുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ വളരെ പ്രധാനമായി ഒന്നാമത്തെ ബാധ്യത നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും നല്ല ഭാര്യയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഷയം നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണം? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, തഖയ്യറൂ ലിനുതഫികും വഅൻകിഹുൽ ലക്ഫാ വഅൻകിഹു ഇലൈഹിം. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഇണയെ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഇണയെ നിങ്ങൾ തെരഞ്ഞു പിടിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. തഖയ്യറൂ ലിനുതഫികും, നിങ്ങളുടെ ഇന്ദ്രിയത്തുള്ളികൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ആദ്യം തന്നെ പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാരണം അവിടെ നിന്നാണ് നമ്മൾക്ക് മക്കൾ ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ മക്കളുടെ ഉമ്മയാവാൻ യോഗ്യതയുള്ള ഒരു പെണ്ണിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഉമ്മ ആർക്കാവാം അല്ലെ? ചില ആളുകൾ വർഷങ്ങളോളം മക്കളില്ലാതെ പ്രയാസപ്പെട്ട് ദുആ ചെയ്ത് മരണം വരെ മക്കളില്ലാത്ത ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ ഒന്ന് സ്കൂളിൽ നിന്ന് ചെറുതായിട്ട് ടൂർ പോയതാണ്, തിരിച്ചു വരുമ്പോൾ കുട്ടിയായി. അങ്ങനെ സിമ്പിളായിട്ട് കുട്ടിയാകുന്ന ആളുകളുണ്ട്. എന്നാൽ കാലാകാലം തലകുത്തി മറിഞ്ഞാലും കുട്ടിയാവാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മൾക്കുണ്ടാവാൻ പോകുന്ന ഉമ്മ, മക്കളുണ്ടാവാൻ പോകുന്ന ഭാര്യ, അവൾ എങ്ങനെയുള്ളവരാവണം? തഖയ്യറൂ ലിനുതഫികും, നിങ്ങളുടെ മക്കളുടെ ഉമ്മ അവൾ ഏറ്റവും നല്ലവരാകണം, മക്കളെ വളർത്താൻ പ്രാപ്തയായ ഒരു പെണ്ണാവണം. അവളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇയ്യാകും വഖൽറാ അദ്ദിമൻ, നിങ്ങൾ ഖൽറാ ഉദ്ദിമൻ എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത്. ഖൽറാ ഉദ്ദിമൻ എന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്താണ് ഖൽറാ ഉദ്ദിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അൽ മർഅത്തുൽ ഹുസ്നാ, സുന്ദരിയായ പെണ്ണ്, നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. എന്റെ പെണ്ണ് സൗന്ദര്യം ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കും അല്ലെ? സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്. അൽ മർഅത്തുൽ ഹുസ്ന, പക്ഷെ എങ്ങനെയുള്ള സൗന്ദര്യമുള്ള പെണ്ണാണ്? ഫിൽ മംബിതിസ്സൂ, അല്ലാഹുവിനെ പേടിയില്ലാത്ത വീടുകളിൽ വളരുന്ന സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ പേടിയുള്ള വീടുകളിൽ വളരുന്ന സുന്ദരികളെ കല്യാണം കഴിക്കാം. ഇപ്പൊ സുന്ദരികൾ തന്നെ വേണം, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ അവരെവിടെയാണ് വളരുന്നത് എന്ന് ശ്രദ്ധിക്കാനുണ്ട്. അവരുടെ വീടിന്റെ സാഹചര്യങ്ങൾ അന്വേഷിക്കണം. അവരുടെ ഉമ്മ എങ്ങനെ, അവരുടെ ഉപ്പ എങ്ങനെ, അവരുടെ ജ്യേഷ്ഠന്മാരാങ്ങളമാരെങ്ങനെ എന്ന് പഠനം നടത്തണം. ആകെ ബസ് സ്റ്റാൻഡിൽ കാണുന്ന സുന്ദരിയെ നോക്കി പ്രപ്പോസൽ ചെയ്യാൻ പോകരുത്. അവരുമായി പ്രപ്പോസൽ നടത്തരുത്. ബസ് സ്റ്റാൻഡിൽ കണ്ടതിന്റെ പേരിൽ, കോളേജുകളിൽ കണ്ടതിന്റെ പേരിൽ, കല്യാണ വീടുകളിൽ കണ്ടതിന്റെ പേരിൽ, ബസ്സിലോ ട്രെയിനിലോ കണ്ടതിന്റെ പേരിൽ ഒരു പെണ്ണുമായി പ്രപ്പോസൽ നടത്തരുത് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിഷ്ടമായി, പെണ്ണിന്റെ വീട് അന്വേഷിച്ചു, പെണ്ണിന്റെ കുടുംബം അന്വേഷിച്ചു, പെണ്ണിന്റെ വീടിന്റെ സാഹചര്യങ്ങൾ അന്വേഷിച്ചു. മാഷാ അല്ലാഹ്, അല്ലാഹുവിനെ പേടിയുള്ള നല്ല കുടുംബമാണത്. അയൽവാസികളോട് ചോദിച്ചു ഈ കുടുംബത്തെ കുറിച്ച്, പരിചയമുള്ളവരോട് ചോദിച്ചു ഈ കുടുംബത്തെ കുറിച്ച്. എല്ലാവർക്കും പറയാനുള്ളത്,
100 അഭിപ്രായമാണ്, നല്ല അഭിപ്രായമാണ്, ഏറ്റവും നല്ല ദീനീ ബോധമുള്ള വീട്ടുകാരാണെന്ന അഭിപ്രായം ലഭിച്ചാൽ അങ്ങനെയുള്ള സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു വിരോധമില്ല എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ താല്പര്യം. അല്ലാതെ സാഹചര്യങ്ങൾ നോക്കാതെ സൗന്ദര്യമുള്ള പെണ്ണിനെ തേടിപ്പോയാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരും, മരണം വരെ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടൂല. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. പിന്നെയോ മഹാന്മാര് പറയാറുണ്ട്, ഖാല ബഅലുൽ അറബ്, അറബികളിൽപ്പെട്ട ചില ആളുകൾ, ചില പണ്ഡിതന്മാര് പറഞ്ഞു, ലാ തൻകിഹൂ മിനൻ നിസാഇ സിത്ത, 6 വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചവർ എന്നത് ആലോചിക്കേണ്ട. കഴിച്ച പെണ്ണിന് നമുക്ക് സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാം, സ്വാലിഹാത്തുകളാവാൻ വേണ്ടി ദുആ ചെയ്യാം. ഇനിയിപ്പോ രണ്ടാമത് ഉസ്താദ് പറഞ്ഞ ആ മാനദണ്ഡങ്ങളെല്ലാം വെച്ച് ഒന്നും കൂടി ഉസ്താദെ നോക്കിയാലും അത് വേണ്ട, ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. അല്ലാഹു നമ്മയും നമ്മുടെ ഭാര്യമാരൊക്കെ നന്നാക്കി തരട്ടെ. ഭാര്യമാരെ മാത്രം നന്നാക്കണമെങ്കിൽ നമ്മൾ വലിയ നല്ലവരാവണ്ടേ? നമ്മളെയും നമ്മുടെ ഭാര്യമാരെ അല്ലാഹു നന്നാക്കി തരട്ടെ. പരസ്പരം കൺകുളിർമയുള്ള ജീവിതം നയിക്കാൻ, സന്തോഷമുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ തൻകിഹൂ മിനൻ നിസാഇ സിത്ത, 6 വിഭാഗം പെണ്ണുങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്നാണ് പറഞ്ഞത്. അതിലൊന്ന് ലാ അന്നാന, ഒന്നാമത്തെ വിഭാഗം പെണ്ണ് ലാ അന്നാന. രണ്ടാമത്തേത് വലാ മന്നാന. മൂന്നാമത്തേത് വലാ ഹന്നാന. നാലാമത്തേത് വലാ ഹദ്ദാഖ. അഞ്ചാമത്തേത് വലാ ബറാഖ. ആറാമത്തേത് വലാ ശദ്ദാഖ. ഇങ്ങനെ 6 വിഭാഗം പെണ്ണുങ്ങളെ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച അറബികളിൽ ഉണ്ടായിരുന്നു. അതിലാരാ അന്നാന എന്ന് പറഞ്ഞാൽ ആര്? പെണ്ണിന്റെ പേരൊന്നുമല്ല, ഇതൊരു വിഭാഗം പെണ്ണുങ്ങളാണ്. അന്നാന എന്ന് പറഞ്ഞാൽ ഫഹിയല്ലതി തുക്സിറുൽ അനീൻ, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണ്, എപ്പോഴും പരാതിയുള്ള പെണ്ണ്, വത്തശക്കി, പരാതിയുള്ള പെണ്ണ്, ഇങ്ങനെ ജീവിതത്തിൽ ഒന്നിലും സംതൃപ്തിയില്ല, ഒരു വിഷയത്തിലും ആ പെണ്ണിന് സംതൃപ്തി, ഖനാഅത്ത് എന്ന് പറയുന്ന വിശേഷണമില്ല. അതൊരു പെണ്ണിന് നഷ്ടപ്പെട്ടാൽ ഖനാഅത്ത് എന്ന് പറയുന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ഏറ്റവും വലിയ സ്വഭാവ ശുദ്ധിയാണത്. എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, അൽഹംദുലില്ലാ, എനിക്ക് എന്റെ റബ്ബ് ഇത് തന്നില്ലയോ. പെരുന്നാളിനൊരു വസ്ത്രം വാങ്ങിച്ചാൽ ഇഷ്ടമില്ല, കാണാൻ രസമുള്ളതല്ലെങ്കിലും അൽഹംദുലില്ലാ, എന്റെ ഭർത്താവ് തന്നതല്ലയോ. ഒരു വീടെടുത്താൽ അതിനെ കുറിച്ച് പരാതി, അൽഹംദുലില്ലാ, ചെറുതാണെങ്കിലും ഒരു വീടുണ്ട്, ഒരു വാഹനം ചെറുതാണെങ്കിലും ഒരു വാഹനമുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു പെണ്ണിനെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. നേരെ മറിച്ച് വലാ അന്നാന, എപ്പോഴും പരാതി പറയുന്ന പെണ്ണ്, എന്ത് കൊടുത്താലും തികയാത്ത പെണ്ണ്, എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ജീവിതത്തിൽ സംതൃപ്തിയില്ലാതെ പരാതിയും പരിഭവങ്ങളും കരച്ചിലുമുള്ള പെണ്ണുങ്ങളെ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് എന്ന് പഴയ അറബികൾ പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് മനസ്സിലാകും ഈ പറഞ്ഞ എത്രത്തോളം ശരിയാണെന്ന്, അല്ലേ? വീട്ടിലെത്തിയ പരാതി, വീട്ടിലെത്തിയ കുറ്റവും കുറവും, ഒന്ന് വൈകിയാൽ കുറവ്, നേരത്തെ വന്നാൽ അതിനേക്കാളും വലിയ കുറവ്. ഇങ്ങനെ എല്ലാ വിഷയത്തിലും പരാതി പറയുന്ന ചില പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇത്തരം സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയേക്കണം. പരാതി പറയുന്നൊരു സ്വഭാവം ഒരിക്കലും നല്ലതല്ല. അത് കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും, അലോസരപ്പെടുത്തും. ഭർത്താവിനെ വീട്ടിലേക്ക് വരാൻ തന്നെ ഭർത്താവിന് മടി തോന്നിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് പരാതി പറയരുത്. ഭർത്താവിന്റെ ഭാഗത്ത് ന്യൂനതകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം. അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്റെ റബ്ബ് എനിക്ക് തന്ന ഭർത്താവ്, തെറ്റുകൾ മനുഷ്യ സഹജമല്ലയോ, അത് സ്വാഭാവികമായി സംഭവിക്കുമല്ലോ, അതുകൊണ്ട് ക്ഷമിച്ചേക്കാം, അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തരുത്. തെറ്റ് സംഭവിക്കാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടാവോ? എന്നെങ്കിലും ഒരു തെറ്റു കണ്ടതിന്റെ പേരിൽ മരണം വരെ സംശയ കണ്ണുകളോടെ കാണുകയും മരണം വരെ ഈ പരാതി പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരു കാരണവശാലും നമ്മളിൽ നിന്നുണ്ടാവരുത്. അഫ്വൻ വമഅദിറ, അല്ലാഹുവിനെ ഓർത്ത് പുറത്തു കൊടുക്കണം, പിന്നെ അത് മറന്നേക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പരാതി പറയുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത് എന്നാണ്. വലാ മന്നാന, മന്നാന എന്ന് പറഞ്ഞാൽ തമുന്നു അലാ സൗജിഹാ,
ഭർത്താവിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ, എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അതെടുത്തു പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത്. എന്താണ് എടുത്തു പറയാ? ഫതഖൂലു ഫഅൽതു ലിഅജലിക കദാ, നിങ്ങൾക്ക് ഞാൻ ഇത് ചെയ്തു തന്നിട്ടില്ലയോ? ചില പെണ്ണുങ്ങൾ ചോദിക്കും ഭർത്താവിനോട്, ഭാര്യ പറയാണ് എന്നെ ഒന്ന് ടൗണിലേക്ക് കൊണ്ടുപോകണം, എനിക്കൊരു വസ്ത്രം വാങ്ങിച്ചു തരണമെന്നൊക്കെ പറയുമ്പോ ഭർത്താവേ എനിക്ക് പറ്റൂല, സമയമില്ല. അപ്പൊ പെണ്ണ് പറയും നിങ്ങൾക്ക് ചങ്ങാതിമാരുടെ കൂടെ പോകാൻ സമയമുണ്ട്, എന്നെ കൊണ്ടുപോകാൻ സമയമില്ലല്ലേ? ഞാൻ എന്താ നിങ്ങൾക്ക് ഇസ്തിരിട്ട് തരാനാണ് ഞാൻ വന്നത്? ഞാൻ നിങ്ങളുടെ ചെരുപ്പ് തേച്ച് തരാനാ വന്നത്? ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാനാ വന്നത്? ഞാൻ എന്താ നിങ്ങളുടെ ജോലിക്കാരിയാണോ? ഇങ്ങനെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവം വളരെ മോശമാണ്. ജീവിതത്തിൽ മറ്റൊരാളെ സഹായിച്ചാൽ അത് മറന്നേക്കണമെന്നാണ്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ അത് മറന്നേക്കണം. നമ്മളും അങ്ങനെ ചെയ്ത ഗുണങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എടുത്തു പറയാൻ പാടില്ല. നമ്മൾ ഒരാളെ സഹായിച്ചു, ഒരു 10,000 കൊടുത്ത് സഹായിച്ചു, പിന്നെ അവനെ കാണുമ്പോഴൊക്കെ ഞാനെന്ന് 10,000 തന്നില്ലേ, അല്ലെങ്കിൽ കാണുന്ന ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞെടുക്കും. അങ്ങനെ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്. അത് ചെയ്യരുത്. ഒരു സഹായം ചെയ്താൽ അത് അന്നേക്ക് മറന്നേക്ക്. നേരെ മറിച്ച് ഇങ്ങോട്ടൊരു സഹായം ചെയ്താൽ മരണം വരെ മറക്കാനും പാടില്ല. ഇന്ന് നേരെ വിപരീതമാണ്. ഇങ്ങോട്ട് സഹായം ചെയ്തത് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറക്കും, എന്നാൽ അങ്ങോട്ട് സഹായം ചെയ്ത് മരണം വരെ മറക്കൂല. അങ്ങനെയാണ് മഹാന്മാര് പറഞ്ഞത്. നമ്മെ ഒരാൾ സഹായിച്ചാൽ, എന്തെങ്കിലും ഒരു സഹായം സാമ്പത്തികമായി, ശാരീരികമായി വല്ല സഹായവും നമ്മൾക്ക് നൽകിയാൽ മരണം വരെ അത് മറക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ മറ്റൊരാളെ സഹായിച്ചാൽ അത് മറന്നു കളഞ്ഞേക്കണം. അതൊരിക്കലും ഓർമ്മയിൽ നമ്മൾ ഉൾപ്പെടുത്താനേ പാടില്ല. പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഭർത്താവിന് നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്, അതില്ലാന്നൊരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നിഷേധിച്ചു കളയാൻ പറ്റൂല. ജീവിതത്തിൽ ഭർത്താവിനോട് ഭാര്യ ചെയ്യുന്ന സഹായം മറ്റൊരാളും ലോകത്ത് നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലേ? നിങ്ങളൊക്കെ ഭാര്യമാർ അങ്ങനെ തന്നെയല്ലേ? നമ്മൾക്ക് വേണ്ടി എത്രയോ ത്യാഗം അവർ ചെയ്യുന്നുണ്ട്, ഉറക്കൊഴിക്കുന്നുണ്ടവർ. നമ്മൾ രാത്രി 2 മണിക്ക് ചെന്നാലും 3 മണിക്ക് ചെന്നാലും ഒരു പക്ഷേ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഭാര്യമാരുണ്ട്. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തലയുടെ തൊട്ടടുത്ത് വെച്ച് ഭർത്താവ് വിളിക്കുന്നുണ്ടോ, ഭർത്താവ് എന്തേ എത്താത്തത് എന്ന് പറഞ്ഞ് ഓരോ അരമണിക്കൂറിലും എണീറ്റ് ടൈം നോക്കുന്ന ഭാര്യമാരുണ്ട്. രാവിലെയായാൽ ഭർത്താവിന് ചായയും ഭക്ഷണവും ഒരുക്കുന്ന ആളുകൾ, മക്കളെ നോക്കുന്ന ഭാര്യമാരുണ്ട്. വീടടിച്ചു മാറുന്ന, വസ്ത്രം അലക്കി കൊടുക്കുന്ന, തേച്ചു കൊടുക്കുന്ന, ഭർത്താവിന്റെ എല്ലാ വിഷയങ്ങളിലും ഒരു പ്രയാസം പോലും സൃഷ്ടിക്കാതെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്ന ഭാര്യമാരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ മറന്നേക്കണം. ഒരു കാരണവശാലും നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്ത സഹായം എടുത്തു പറയാൻ പാടില്ല. എടുത്തു പറയലോടുകൂടി നിങ്ങളുടെ എല്ലാ ത്യാഗത്തിന്റെയും പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. നിങ്ങളെങ്ങാനും എടുത്തു പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ത്യാഗവും, നിങ്ങളുടെ എല്ലാ ഖിദ്മത്തിന്റെയും പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് വലാമന്നാന, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ഭാര്യമാർ, ആ സ്വഭാവമുള്ള സ്ത്രീകളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത്. വലാ ഹന്നാന, ഹന്നാന എന്ന് പറഞ്ഞാൽ തഹിന്നു ഇലാ സൗജിൻ ആഖർ, മറ്റുള്ളവരെ നോക്കി അവരെ കുറിച്ച് അഭിപ്രായം പറയുന്നവർ. കണ്ട പുരുഷന്മാരോട് താല്പര്യമുള്ള ആളുകൾ, പുരുഷന്മാര് കാണാൻ വേണ്ടി വസ്ത്രം ഡ്രസ് ചെയ്യുന്നവർ, അവർ കാണാൻ വേണ്ടി പുറത്തിറങ്ങുന്നവർ, അവർ കാണാൻ വേണ്ടി മുഖത്തെ മിനുക്കുന്നവർ, അവർ കാണാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നവർ, മറ്റുള്ളവർ കാണാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി പുറത്തേക്കിറങ്ങി അന്യ പുരുഷന്മാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൊഞ്ചി കുഴയുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും അവരെ കല്യാണം കഴിക്കരുത് എന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇത്തരം വിഭാഗത്തെ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾക്ക് കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നത് വരെ നമ്മൾക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം? ഈ സൗന്ദര്യബോധമൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നല്ലൊരു പുതിയാപ്പിള കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഖം മിനിക്കലും മനോഹരമാക്കലും നല്ല വസ്ത്രം ധരിക്കലും, അങ്ങനെയൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കല്യാണം കഴിയുന്നത് വരെ, നല്ലൊരു പുതിയാപ്പിള കിട്ടുന്നത് വരെ. എന്നാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് പുറത്തു പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങുന്നത്? പിന്നെ ആർക്ക് വേണ്ടിയാണ് നീ സൗന്ദര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്? നിന്റെ ഭർത്താവാണല്ലോ നിന്റെ ജീവിതം, നിന്റെ ഭർത്താവാണല്ലോ നിന്റെ ലോകം. പിന്നെ ഭർത്താവിന്റെ മുമ്പിലാണ് സമയം ചെലവഴിക്കേണ്ടത്. വലാ ഹന്നാന, മറ്റുള്ളവരോട് കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുന്നവർ. അങ്ങാടിയിൽ പോയാൽ, ടെക്സ്റ്റൈൽസിൽ പോയാൽ, മാളുകളിൽ പോയാൽ, ഷോപ്പുകളിൽ പോയാൽ അവിടെയുള്ള അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നവർ, അന്യപുരുഷന്മാർക്ക് മുമ്പിൽ യാതൊരു മടിയില്ലാതെ അവരോട്
നല്ല ഭാഷയിലൂടെ കുണുങ്ങി സംസാരിക്കുന്ന പെണ്ണുങ്ങൾ, സഹോദരിമാർ, അവരെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പഴയകാല അറബികൾ പറയുമായിരുന്നു. അത്തരം സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മൾ മാറ്റണം. നമ്മൾ നമ്മുടെ ഭർത്താവുമായി കടപ്പെട്ടവരാണ്. പിന്നെ മറ്റൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. സഹോദരിമാർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത് ഇദാ സ്വല്ലത ഖംസഹാ, 5 നേരം നിസ്കരിച്ചു, വസ്വാമത് ഷഹ്റഹാ, പരിശുദ്ധമായ റമളാനിൽ നോമ്പെടുത്തു, പിന്നെയോ വഹസ്നത് ഫർജഹാ, ഔറത്ത് വെളിവാക്കാതെ ഔറത്ത് മറച്ചു നടക്കണം. ഔറത്ത് മറക്കണം. പെണ്ണിന്റെ ചാരിറ്റി അതാണ്, പെണ്ണിന്റെ ചാസ്റ്റിറ്റി അതാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും ചാരിത്രം എന്ന് പറയുന്നത് ഔറത്ത് മറ്റുള്ളവർക്ക് വെളിവാക്കാൻ പാടില്ല. അലി തങ്ങളോട്, സിദ്ദീഖ് തങ്ങളോട്, മഹാന്മാരായ സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയുണ്ടായി, നിങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണാരാണ്? ഒരു പെണ്ണിനുണ്ടാവേണ്ട ഏറ്റവും നല്ല സ്വഭാവം ഏതാണെന്ന്. അപ്പോഴാണ് സ്വഹാബാക്കൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അലി തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ, ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സ്വഭാവം എന്താണ്? ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഏതാണ്? ഏറ്റവും നല്ല പെണ്ണേതാണ്? അപ്പോഴാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോട് പറയുന്നത്, അല്ലാ യറൈനദ്ദിജാല വലാ യറാഹുന്നദ്ദിജാൽ, അന്യ പുരുഷന്മാരെ കാണുന്ന രീതിയിൽ അവൾ പുറത്തിറങ്ങുകയോ അവൾ വേഷവിധാനം ധരിക്കുകയോ വസ്ത്രം ധരിക്കുകയോ ചെയ്യില്ല. അന്യ പുരുഷന്മാർക്ക് ഇവളെ കാണാൻ പറ്റൂല. അഥവാ അന്യ പുരുഷന്മാരുണ്ടെങ്കിൽ മുഖവും അവൾ ശരീരവും മറച്ചിട്ടേ പുറത്തിറങ്ങുള്ളൂ. മറ്റൊരു അന്യ പുരുഷൻ അവിടെയെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലായാൽ ആ ഭാഗത്തേക്ക് അവൾ ഇറങ്ങുകയേ ഇല്ല, മാറി നിൽക്കും. എപ്പോഴും കേട്ടന്റെ പിന്നിലായിരിക്കും അവൾ. എന്നാൽ പിന്നെ ചില പെണ്ണുങ്ങളുടെ സ്വഭാവമുണ്ട്, പെൺകുട്ടികളുടെ മുഖമൊക്കെ മറക്കും, കണ്ണൊക്കെ ഇട്ടിട്ട് പോവും. റോഡിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ വെറുതെ വിടൂല. എന്നെ ആരും കാണൂല, എനിക്ക് എല്ലാരും നോക്കാം. ഇത് ശരിയല്ല. അവരന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല. അവര് കണ്ണ് ചിമ്മണം. കുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, നബിയേ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണം നബിയേ, യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ ചിമ്മിക്കളയാൻ പറയണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയമാണ്. അല്ലാഹു പറയാണ്, ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, പെണ്ണുങ്ങളോട് കണ്ണ് ചിമ്മിക്കളയാൻ പറയണം. അഥവാ അന്യപുരുഷന്മാരവർ കാണാൻ പാടില്ല, അവരെ അന്യപുരുഷന്മാരും കാണാൻ പാടില്ല. ഈ ഒരു രീതിയിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവരാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. നാലാമത്തെ വിഭാഗം, വലാ തൻകിഹു ഹദ്ദാഖ അല്ലതി തർമി ഇലാ കുല്ലി ഷൈഇൻ ബിഹദ്ഖതിഹാ ഫതസ്തഹീഹി, എന്ത് കണ്ടാലും അതിനോട് താല്പര്യം തോന്നുന്ന പെണ്ണ്. അങ്ങാടിയിലേക്ക് പോവുകയാണ്, ഏതെങ്കിലും ഒരു മാളിലേക്ക് പോവുകയാണ്, ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്, ഭർത്താവിനോട് പറയാണ് എനിക്കത് വേണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോകുമ്പോ എനിക്കതും വേണം. കാറിലൂടെ യാത്ര ചെയ്യുമ്പോ ടെക്സ്റ്റൈൽസിന്റെ പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ച വസ്ത്രങ്ങളൊക്കെ കാണുമ്പോ എനിക്കത് വാങ്ങിച്ചു തരുമോ? എന്ത് കണ്ടാലും പെണ്ണിന് വേണം. പുതിയ പുതിയ മൊബൈൽ ഫോണുകൾ ഇറങ്ങുമ്പോൾ ഭർത്താവിനോട് പറയാണ് എനിക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു തരാൻ. പുതിയ മോഡൽ വസ്ത്രങ്ങൾ ഇറങ്ങുമ്പോൾ അതും വാങ്ങിച്ചു തരാൻ. അതുപോലെ തന്നെ മേക്കപ്പ് കിറ്റുകൾ വാങ്ങിച്ചു തരാൻ. എന്നിങ്ങനെ ഭർത്താവിനോട് കണ്ടതെല്ലാം വാങ്ങാൻ പറയുന്ന പെണ്ണ്. ഭർത്താവിന്റെ സാമ്പത്തിക അവസ്ഥ എന്തുമായിക്കോട്ടെ, ഒരു മാസത്തിൽ തന്നെ 2000 റിയാലൊക്കെ ഒരു ഭർത്താവിൽ നിന്ന് സ്വന്തമായി ചെലവഴിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. 2000 റിയാൽ എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നാട്ടിലെ 40,000 രൂപയായി. 40,000 രൂപയായി പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എല്ലാ മാസങ്ങളിലും 2000 റിയാൽ ഭർത്താവിനോട് വാങ്ങാം. എന്താ പെണ്ണിന്റെ അവസ്ഥ? ഇത് പേഴ്സണൽ ആവശ്യമാണ്, വീടിന്റെ ചെലവ് വേറെ. ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവിന് ഭാര്യയെ പോറ്റി വളർത്താൻ കഴിയുമോ? എത്രയോ ബാധ്യതയാണ് ഈ പെണ്ണിന്റെ പേരിൽ ഭർത്താവിനുണ്ടാവുക. അതുകൊണ്ട് എന്ത് കണ്ടാലും അതിനെ ആഗ്രഹിക്കുകയും അത് വേണമെന്ന് ഭർത്താവിനോട് വാശി പിടിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് അറബികൾ പറയാറുണ്ട്. പിന്നെയോ അഞ്ചാമത്തേത്, വലാ ബറാഖ. ബറാഖ എന്ന് പറഞ്ഞാൽ അൻ തകൂന തൂലൻ നഹാരി
في تسقيل وجهها وتزيينه ليكون وجهها بريقا. രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖം മിനുക്കുകയാണ് അവൾ. 24 മണിക്കൂറും സൗന്ദര്യബോധത്തെ കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്. എങ്ങനെ ഒഴുക്കാം, എങ്ങനെ ശരീരത്തെ ഭംഗിയാക്കാം, എങ്ങനെ ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം, അതിനു വേണ്ടിയുള്ള മേക്കപ്പ് കിറ്റുകൾ വാങ്ങുക, അതിനു വേണ്ടിയുള്ള ക്രീമുകൾ വാങ്ങുക, അതിനു വേണ്ടുന്ന ആവശ്യ വസ്തുക്കളെല്ലാം വാങ്ങിച്ച് അതുപയോഗിച്ചുകൊണ്ട് 24 മണിക്കൂറും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണ്, ശരീരത്തെ മിനുക്കുന്ന പെണ്ണ്, സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന പെണ്ണ്, ആകെ ചിന്തിക്കുന്നത് സൗന്ദര്യത്തെയാണ്, സൗന്ദര്യവർദ്ധനവാണെന്നും മനസ്സിലുള്ളത്. ഇത്തരം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത് എന്നാണ് പറഞ്ഞത്. മോണിറ്റർ ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ട്. മോണിറ്ററേ ചെറിയൊരു വലിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഷാർപ്പ് സൗണ്ട് ഷാർപ്പാക്കുക. ഒരു 2 സ്റ്റെപ്പ് ഇടയിലിട്ടാൽ മതി. അഞ്ചാമത്തെ വിഷയം അതാണ്. ആറാമത്തേത് ഒരുപാട് സംസാരിക്കുന്ന പെണ്ണ്. ചാറ്റർ ബോക്സ് എന്ന് പറയില്ല, നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. കാണുന്ന ആളോട് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെ പോയാലും ഇവരിങ്ങനെ സംസാരിക്കാണ്. ബസ്സിലാണെങ്കിൽ അപ്പുറത്ത് ആണുങ്ങളുണ്ട്, അപ്പുറത്ത് വേറെ ആളുകളുണ്ട്, അന്യ പുരുഷന്മാരുണ്ട്. ഒരു ഷോപ്പിൽ പോയാൽ അവിടെ വേറെ ആളുകളുണ്ട്. ഇങ്ങനൊന്നും ചിന്തയില്ല, പരിസര ബോധമില്ലാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ. ഇവരെയും നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പഴയകാല അറബികൾ പറയുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരോട് പറയാണ്, ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾ ഇത്തരം സ്വഭാവ ശുദ്ധി ഇല്ലാത്ത ആളുകളെ കല്യാണം കഴിക്കരുത്. ഇനി കല്യാണം കഴിച്ച സഹോദരിമാരാണെങ്കിൽ ഈ രീതിയിലുള്ള സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത ആ സ്വഭാവം മാറ്റിയേക്കണം. ഒന്ന്, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചത്, പെണ്ണുങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ പറയാൻ. ഒന്ന്, എപ്പോഴും പരാതിയും പരിഭവവും പറയുന്നൊരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ ആ സ്വഭാവം ഇന്നത്തോടെ മാറ്റിവെച്ചേക്കണം. ഇന്നത്തോടെ ആ സ്വഭാവം നിർത്തിയേക്കണം. 2, വലാമന്നാന, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ്, ചെയ്ത പ്രവർത്തനങ്ങൾ ഭർത്താവിനെ സഹായിച്ചത് ഒരു കാരണവശാലും എടുത്തു പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അതും ഇന്നത്തേക്ക് മാറ്റിവെച്ചേക്ക്. മൂന്നാമത്തേത് വലാ ഹന്നാന, കണ്ടവരോടൊക്കെ താല്പര്യം തോന്നുന്ന, അവരെ കുറിച്ച് ഭർത്താവിനോട് വർണ്ണിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അതും മാറ്റിവെച്ചേക്ക്. അത് നല്ല സ്വഭാവമല്ല. നാലാമത്തേത് വലാ ഹദ്ദാഖ, എന്തു കണ്ടാലും വേണമെന്ന് വാശി പിടിക്കുന്ന സ്വഭാവം. അങ്ങാടിയിലേക്ക് പോയാൽ 1000ങ്ങളും 10,000ങ്ങളും ഭർത്താവിന് ചെലവാണ്. ഈ രീതിയിൽ എല്ലാ വസ്തുക്കളും ഭർത്താവിനോട് ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി ചെലവുകൾ ചുരുക്കി പിശുക്കി ജീവിക്കുന്നതിന് പകരം ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിസന്ധി നമ്മൾക്കറിയാം. പഴയതുപോലെ നോട്ടുകെട്ടുകൾ ഇനി നാട്ടിലേക്ക് വരൂല. പഴയതുപോലെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് അക്കൗണ്ട് വഴി പണങ്ങൾ ഒഴുകാനുള്ള സാധ്യത വളരെ കുറവാണ്. സൗദിയുടെ കാര്യം പറയേണ്ടതില്ല, മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടതില്ല. സാമ്പത്തികമായി മാന്ദ്യം പിടിച്ചിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും. കച്ചവടങ്ങളില്ല. ദൈനംദിനം ഓരോ ദിവസവും ഓരോ കടകൾ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും എല്ലാം ഒഴിവാക്കി നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, പഴയതുപോലെയല്ല, ഇനി ചെലവ് വർദ്ധിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരുടെ ജോലി ഭീഷണിയിലാണ്, കച്ചവടം ഭീഷണിയിലാണ്, ഷോപ്പുകൾ ഭീഷണിയിലാണ്. അതുകൊണ്ട് ചെലവ് ചുരുക്കി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതും ഇതും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കല്ല. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അഞ്ചാമതായി പറഞ്ഞത്, എപ്പോഴും മുഖം മിനുക്കി, എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സൗന്ദര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്ക്. നമ്മുടെ സ്വഭാവം, നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ഭർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുഖവും നമ്മുടെ ഔറത്തുമെല്ലാം മറച്ച് പുറത്തിറങ്ങാൻ ശ്രമിച്ചേക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആറാമത്തേതൊരു ചാറ്റർ ബോക്സ് പോലെ എന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ സംസാരം അല്പം കുറക്കണം. സംസാരം ഒരുപാടരുത്, ഒരുപാട് സംസാരിക്കരുത്. ഒരുപാട് സംസാരിക്കും തോറും ധാരാളം സംസാരിച്ചാൽ നമ്മുടെ ഹൃദയം കടുത്തുപോകുമെന്നാണ്. ഹൃദയം കടുത്തുപോകും. ഹൃദയം കടുത്തുപോയ ആളുകൾ സ്വർഗത്തിൽ നിന്ന് അകലെയാണ് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംസാരം ഹൃദയം കടുത്തുപോകാൻ, ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിൽ കാഠിന്യം ഉണ്ടാവാൻ കാരണമാകും.
അങ്ങനെ കഠിന ഹൃദയമുള്ളവരായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ജനങ്ങളോട് കരുണയുണ്ടാവൂല, ഭർത്താവിനോട് കരുണയുണ്ടാവൂല, മക്കളോട് കരുണയുണ്ടാവൂല, കാരുണ്യമുണ്ടാവൂല, കണ്ണിൽ ചോരയുണ്ടാവൂല. പിന്നെ അങ്ങോട്ട് തീർപ്പിക്കും. എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരാത് ചോദിക്കാൻ, അങ്ങനെ ചോദിക്കും. നിങ്ങൾ ആരത് പറയാൻ? ഭർത്താവിനെ കടക്കി ഭരിക്കുന്ന സ്വഭാവം വരും. അപ്പൊ സംസാരം വളരെ കുറക്കുക. അത്യാവശ്യ വിഷയങ്ങളിൽ മാത്രം നമ്മൾ സംസാരിക്കുക. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 2 കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന്. നിങ്ങൾ എനിക്ക് 2 കാര്യം ഉറപ്പ് തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം തരാം. വേണോ? വളരെ എളുപ്പമാണ്. 2 കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം ഉറപ്പ് തരാം. യാതൊരു പേടിയും വേണ്ട. നിങ്ങളുടെ നാവ് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ നാവിലൂടെ ഹറാമ് വരൂല എന്ന് ഉറപ്പ് തരണം. നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ, 2 ചുണ്ടുകൾക്കിടയിലുള്ള അവയവമാണ് നമ്മുടെ നാവ് എന്നുള്ളത്, ആ നാവിനെ സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാം. അപ്പൊ സംസാരം കുറക്കുന്നതിനനുസരിച്ച് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. സംസാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ നരകത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അല്ലാഹു നാളെ നമ്മൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പറഞ്ഞത്, നിങ്ങളുടെ തുടകൾക്കിടയിലുള്ള അവയവം, ലൈംഗിക അവയവം, ആ അവയവത്തെ ഹറാമിൽ ഉപയോഗിക്കൂല, ഹലാലായ രീതിയിലേ ഉപയോഗിക്കൂ എന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മക്കൾ നന്നാവാൻ, കൺകുളിർമയുള്ള മക്കൾ ഉണ്ടാവാൻ, ആദ്യത്തെ വിഷയം മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കലാണ്, ഭാര്യമാരെ തെരഞ്ഞെടുക്കലാണ്. വലം അറലിൽ ഖലായിഖ മിൻ മഹല്ലിൻ യുഹദ്ദിബുഹാ കഹിൽനിൽ ഉമ്മഹാതി وأخلاق الوليد تقاس حسنا بأخلاق النساء الوالدات ولم أرى للخلائق من محل. കവി പാടുകയാണ്, ലോകത്ത് ഉമ്മയുടെ മടിത്തട്ടിനേക്കാളും വലിയ സ്കൂളില്ല എന്ന്, ഉമ്മയുടെ മടിത്തട്ടിനേക്കാളും വലിയ നഴ്സറി സ്കൂളുകളില്ല എന്ന്. യുഹദ്ദിബുഹാ, മക്കളെ നന്നാക്കാൻ, മക്കളെ സംസ്കരിക്കാൻ, മക്കളെ കൺകുളിർമയുള്ളതാക്കാൻ ഏറ്റവും വലിയ സ്കൂൾ ഏതാണെന്നറിയോ? ഏറ്റവും വലിയ പാഠശാല ഏതാണെന്നറിയോ? യുഹദ്ദിബുഹാ കഹിൽനിൽ ഉമ്മഹാതി, ഉമ്മമാരുടെ മടിത്തട്ടാണ്. അപ്പൊ ആ മടിത്തട്ട് മോശമായാൽ മക്കൾ നന്നാകുമെന്ന് വിചാരിക്കേണ്ട. ആ മടിത്തട്ട് മോശമായാൽ മക്കൾ കൺകുളിർമയുള്ളവരാകുമെന്ന് വിചാരിക്കേ വേണ്ട. നല്ല സ്കൂളിൽ പഠിപ്പിച്ചാലല്ലേ നല്ല പഠന നിലവാരം ഉണ്ടാവുള്ളൂ, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞുപിടിക്കും. ഫീസ് വർഷത്തിൽ 50,000, കുഴപ്പമില്ല. നമ്മൾ അൽബിർ തേടി പിടിക്കാറുണ്ട്. നിങ്ങൾ വയനാട്ടിൽ എത്തിയെന്ന് എനിക്കറിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള ഇസ്ലാമിക് പ്രീ സ്കൂളാണ് അൽബിർ. അൽബിർ തേടി പിടിക്കും. ഫീസ് കൂടിയാലും കുഴപ്പമില്ല, എന്റെ മക്കൾക്ക് അതിലൊരു സെലക്ഷൻ വേണം, എന്റെ മക്കൾക്ക് അവിടെ ഒരു സ്ഥാനം വേണം, എന്റെ മക്കൾ അവിടെ പഠിപ്പിക്കണം, LKG UKG അവിടെ വെച്ച് പഠിപ്പിക്കണം. എന്റെ അവിടുത്തെ ക്വാളിറ്റിയാണ് മക്കളുടെ ആ പ്രൊഡക്റ്റിന്റെ, മക്കളുടെ ആ ഒരു വളർച്ചയും ദീനിനോടുള്ള ആ ഒരു മര്യാദയും അവരുടെ ജീവിതത്തിലെ ചിട്ടയും കാണുമ്പോ എനിക്ക് അവിടെ ചേർക്കണം എന്നുള്ളൊരു ചിന്ത, അല്ലേ? ഡീലെ കുറെ അങ്ങോട്ട് പോകുന്നുണ്ട്, 2 സ്റ്റെപ്പ് ഡീല് കൊടുത്തു. അങ്ങനെ ഒരു സ്ഥാപനം ലോകത്ത് മക്കളെ നന്നാക്കാൻ നമ്മുടെ ഭാര്യമാരുടെ മടിത്തട്ടിനോളം ഒരു സ്ഥാപനവും വരൂല എന്നാണ്. അൽബിറും വരൂല, ഒന്നും വരൂല. അപ്പൊ നമ്മുടെ മക്കൾ നന്നാവേണ്ടത് ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്നാണ്. വഅഖ്ലാഖുൽ വലീദി തുഖാസു ഹുസ്നൻ ബിഅഖ്ലാഖിൻ നിസാഇൽ വാലിദാതി. ഒരു ചെക്കന്റെ, ഒരു കുട്ടിയുടെ സ്വഭാവം കമ്പയർ ചെയ്യുന്നത്, ഒരു കുട്ടിയുടെ സ്വഭാവം ചേർക്കപ്പെടുന്നത് ആ വീട്ടിലെ ഉമ്മയുടെ സ്വഭാവത്തോടാണ്. മക്കൾ നന്നായാൽ അതിന്റെ ക്രെഡിറ്റ് ലഭിക്കുന്നത് ഉപ്പയ്ക്കല്ല, ഉമ്മയ്ക്കാണെന്ന് മനസ്സിലാക്കണം. മക്കൾ മോശമായാൽ അതിന്റെ പേരിൽ അപമാനം സഹിക്കേണ്ടി വരുന്നതും ആ വീട്ടിലെ ഉപ്പയല്ല, ഉമ്മയാണ്. ആ കുട്ടിയുടെ ഉമ്മ എങ്ങനെയാണ്, പിന്നെ എങ്ങനെ നന്നാവുക? അങ്ങനെ ആളുകൾ ചോദിക്കുക. എങ്ങനെ നന്നാവുക? ആ വീട്ടിലെ ഉമ്മയുടെ സ്ഥിതി ഇതല്ലേ എന്നാ ചോദിക്കുക.
ബിഅഖ്ലാഖിൻ നിസാഇൽ വാലിദാതി. എങ്ങനെയാണോ വീടിന്റെ ഉമ്മയുടെ സ്വഭാവം, ആ സ്വഭാവമാണ് മക്കൾക്കുണ്ടാകുന്നത്. ഉമ്മയുടെ സ്വഭാവം മോശമായാൽ മക്കളുടെ സ്വഭാവം മോശമാകുമെന്നതിൽ സംശയമേ ഇല്ല. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. നല്ല ഭൂമിയിൽ നിന്നാണ് നല്ല വിളവുകൾ ഉണ്ടാവുന്നത്, നല്ല കൃഷി ഉണ്ടാകുന്നത് നല്ല ഭൂമിയിൽ നിന്നാണ്. എന്നാൽ പീഠഭൂമിയിൽ നിന്ന് മോശപ്പെട്ട കൃഷിയേ ഉണ്ടാവുകയുള്ളൂ, അതിൽ നിന്ന് ഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ മരുഭൂമിയിൽ കൊണ്ടുപോയി, പീഠഭൂമിയിൽ കൊണ്ടുപോയി, പാറക്കെട്ടുകൾ കൊണ്ടുപോയി കൃഷി നടത്തിയാൽ അതിൽ നിന്ന് ഫലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ നിസാഉക്കും ഹർസുൽ ലക്കും, നമ്മളുടെ കൃഷിയിടം നമ്മുടെ പെണ്ണുങ്ങളാണ്. ആ പെണ്ണ് നന്നായാലേ നമ്മുടെ മക്കൾ നന്നാവുള്ളൂ. ആ പെണ്ണ് മോശമായാൽ ആ മക്കൾ നന്നാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. 100% ഉമ്മയുടെ കയ്യിലാണ്, പിന്നെ 1% ഉള്ളൂ ഉപ്പയുടെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ നന്നാവണം, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. വലൈസൻ നബ്തു യംബതു ഫീ ജിനാനിൻ കമസലിൻ നബ്തി യംബതു ഫിൽ ഫലാത്തി. മരുഭൂമിയിൽ മുളക്കുന്ന കൃഷിയെ പോലെയല്ല ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ മുളക്കുന്ന കൃഷികൾ. അതുകൊണ്ട് നല്ല ഉമ്മമാരിൽ നിന്നുണ്ടാകുന്ന മക്കളും ചീത്ത ഉമ്മമാരിൽ നിന്നുണ്ടാകുന്ന മക്കളും രണ്ടും രണ്ടാണ്. നല്ല ഉമ്മമാരെ തെരഞ്ഞെടുക്കലാണ് മക്കൾ കൺകുളിർമയുള്ളവരാകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നമ്മെ അല്ലാഹു നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ലോകം കണ്ട പ്രഗൽഭനായ പ്രവാചകനായി മാറിയത് അദ്ദേഹത്തിന്റെ മാതാവ് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത് ഫിർഔനിന്റെ ഭാര്യയായ അല്ലാഹുവിന്റെ ഹബീബ് കല്യാണം കഴിക്കാനിരിക്കുന്ന, അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത് മറിയം ബീവിയാണ്. മറിയം ബീവി അല്ലാഹു പറഞ്ഞത് ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ് എന്നാണ്. മഹാനായ സുബൈർ ഇബ്നു അവ്വാം തങ്ങളുടെ ഉമ്മയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ധൈര്യം ചരിത്ര ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. സഫിയ ബീവിയുടെ ചരിത്രം ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ധീരത. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ ചതിയിലൂടെ വധിക്കപ്പെടുകയാണ്. വഞ്ചനയിലൂടെ മഹാനായ ഹംസത്തുൽ ഖറാർ തങ്ങളെ ചതിച്ചുകൊണ്ട് കൊലപാതകം നടത്തുകയാണ്. പിന്നെയാണ് മുമ്പേയുള്ള വൈരാഗ്യം കാരണം അദ്ദേഹത്തെ അംഗവിച്ഛേദം നടത്തുന്നത്, കരളുകൾ ചവച്ചു തുപ്പുന്നത്, ശരീരത്തിന്റെ അവയവങ്ങളെ മുറിച്ചു മാറ്റുന്നത്. ഇങ്ങനെ മഹാനായ ഹംസത്തുൽ ഖറാർ തങ്ങളുടെ ശരീരത്തെ അംഗവിച്ഛേദം നടത്തി വികൃതമാക്കിയത് മഹദിയായ സഫിയ ബീവി അറിയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിഷമത്തോടെ വളരെ ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഓടി വരുന്നത് രണാങ്കണത്തിലേക്ക്. ഉഹുദ് യുദ്ധത്തിലാണിത് നടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനയോടെ രണാങ്കണത്തിൽ ഇരിക്കുമ്പോഴാണ് സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു സഹോദരി യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ചാടി വരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട്, സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളോട് പറഞ്ഞു, ഉമ്മയോട് നിൽക്കാൻ പറ എന്ന്. മഹദിയുടെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ ഓടി വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒന്ന് നിൽക്കുമ്മ, ഒന്ന് നിൽക്ക്, ഇത് യുദ്ധമാണ്, തമാശയല്ല. ഉമ്മ ഒന്ന് നിൽക്ക്, ഇത് തമാശയല്ല, ഒന്ന് നിൽക്കുമ്മ, നിങ്ങൾ യുദ്ധത്തിലേക്ക് വരരുത്, രണാങ്കണത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹദി ദേഷ്യപ്പെടുന്നത്. ലാ അർലലകി ദൂനക ലാ അർലലക ലാ ഉമ്മലക, നീ എന്നെ മൈൻഡ് ചെയ്യരുത്, നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് മകനെ മാറ്റി നിർത്തുകയാണ് ആ ഉമ്മ. അപ്പോഴാണ് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, നബിയേ, ഉമ്മ പറഞ്ഞത് കേൾക്കുന്നില്ല നബിയേ. ഉമ്മ രണാങ്കണത്തിലേക്ക് ചാടി വീഴുകയാണ്. ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഉമ്മ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഖല്ലി സബീലഹാ,
എന്നാൽ അവളെ തടയേണ്ട, ആ ഉമ്മയെ തടയേണ്ട ആവശ്യമില്ല, അവളെ വിട്ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിന്റെ അണികളിലൂടെ അവിടെ യുദ്ധത്തിൽ സജീവമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാബാക്കൾക്കിടയിലൂടെ, ശത്രുക്കൾക്കിടയിലൂടെ മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ ചീറിപ്പാഞ്ഞ് കടന്നു വരികയാണ്. എവിടെ എന്റെ സഹോദരൻ ഹംസ, എവിടെ എന്റെ സഹോദരൻ ഹംസ എന്ന് പറഞ്ഞ് കടന്നു വരികയാണ്. നോക്കുമ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കുടൽമാല പുറത്തേക്ക് വലിച്ചിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകം രണ്ട് കഷ്ണമായി പിളർന്നിട്ട് കരള് ചവച്ചു തുപ്പിയിട്ടുണ്ട്. ഏതൊരു സഹോദരിക്കും സഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണത്, ഏതൊരു സഹോദരിക്കും സഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണത്. പക്ഷേ മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ അവിടെ പതറാതെ, അവിടെ വേദനിച്ച് ശങ്കിച്ചു നിൽക്കാതെ ഉടനെ തന്നെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആ മയ്യിത്ത് നോക്കുകയും മയ്യിത്ത് നിസ്കരിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. എന്നിട്ട് മകനെ വിളിച്ചു, മകനോട് പറഞ്ഞു, മോനെ ഖുല്ലി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയ്, ലഅഹ്തസിബന്ന വല അസ്ബിറന്ന ഇൻഷാ അല്ലാഹ്. എന്റെ സഹോദരന്റെ പിച്ചിച്ചീന്തിയ ശരീരം കാണുമ്പോൾ ഏതൊരു സഹോദരിക്കും ഉണ്ടാകുന്ന വിഷമം എനിക്കില്ല. ഞാൻ അല്ലാഹുവിനെ ഓർത്ത് ക്ഷമിക്കുകയാണ്, അല്ലാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുകയാണ്, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കുറിച്ചോർത്ത് വ്യാകുലപ്പെടേണ്ട, എനിക്കതിൽ യാതൊരു വിഷമമില്ല, അല്ലാഹുവിന്റെ മാർഗത്തിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ. ഇതുപോലെ ദീനിയായ വിഷയങ്ങളിൽ ധീരത പ്രകടിപ്പിക്കുന്ന ഉമ്മമാരെയാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക് നഷ്ടമായി പോയത്. ദീനിയായ വിഷയങ്ങളിൽ ധീരത കാണിക്കണം. അവിടെ പതറാൻ പാടില്ല, ചിതറാൻ പാടില്ല, അവിടെ ക്ഷമ നഷ്ടപ്പെടാൻ പാടില്ല, ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവരാകണം. മഹദിയായ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ മകനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അനബ്നു ഹിന്ദുൻ, ഞാൻ ഹിന്ദിന്റെ മകളാണ്, അനബ്നു ഹിന്ദിൻ, ഞാൻ ഹിന്ദിന്റെ മകനാണ് എന്ന് മഹാനായ മുആവിയ തങ്ങൾ പറയാറുണ്ട്. ഇനി മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ഹജ്ജാജുമായി യുദ്ധം നടക്കുകയാണ്, ഹജ്ജാജുമായി യുദ്ധം നടക്കുകയാണ്. ഹജ്ജാജിന്റെ പട്ടാളക്കാര് കഅബ മുഴുവനും വളഞ്ഞിരിക്കുകയാണ്, മസ്ജിദുൽ ഹറം മുഴുവനും വളഞ്ഞിരിക്കുകയാണ്. അവിടെ ഭരിക്കുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളാണ്. ഇന്ന് മരണപ്പെടുമെന്നുറപ്പായി തന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടു. തന്റെ കൂടെയുള്ള പട്ടാളക്കാർ ഓരോന്നോരോന്നായി ഹജ്ജാജും കൂട്ടരും നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. അവസാനമായി മഹദിയായ ഉമ്മയുടെ അസ്മാ ബീവിയുടെ സമീപത്തേക്ക് മകൻ പോവുകയാണ്. ഉമ്മയോട് പറയാണ്, ഉമ്മാ ഞാൻ എന്തിനാണ് ഉമ്മ പേടിക്കുന്നത്? ഉമ്മ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഉമ്മ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്, ഞാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, മഹാനായ യഹ്യ ഇബ്നു സക്കരിയ നബി അലൈഹിസ്സലാം വ്യഭിചാരികളായ ആളുകൾക്ക് വേണ്ടി തന്റെ തലയെ സമർപ്പിച്ചതുപോലെ യഹ്യാ നബി അലൈഹിസ്സലാം വ്യഭിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ നാട്ടിലെ വ്യഭിചാരികളായ ആളുകൾ കേസ് കൊടുത്തു എന്നാണ്. വ്യഭിചാരികൾ വർദ്ധിച്ച കാലമാണ് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കാലം. അപ്പൊ ഈ വ്യഭിചാരികൾക്കെതിരെ നിരന്തരമായി പ്രഭാഷണം നടത്തി ആര്? യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം കാരണം വ്യഭിചരിക്കാൻ ആളുകളില്ലാതെ വന്നു. അപ്പോഴാണ് വ്യഭിചാരികളായ ആളുകൾ, വ്യഭിചാരി പെണ്ണുങ്ങളായ ആളുകൾ കോടതിയിൽ പോയി രാജാവിനോട് പരാതി പറയുന്നത്, ഇയാളെ വധിക്കാതെ ഞങ്ങളുടെ ശരീരം ഞങ്ങൾ ഒരിക്കലും വഴങ്ങിത്തരൂല എന്ന്. അങ്ങനെ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരി പെണ്ണുങ്ങൾക്ക് വേണ്ടി തലയറുത്തു കൊന്നു എന്നാണ്. വ്യഭിചാരി പെണ്ണുങ്ങൾക്ക് വേണ്ടി മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം തന്റെ ശിരസിനെ, തന്റെ തലയെ സമർപ്പിച്ചുവെങ്കിൽ എന്തിനാണ് ഈ ഹജ്ജാജിന്റെ മുമ്പിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യം എന്താണ്? ഹജ്ജാജിന്റെ മുമ്പിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യം എന്താണ്? എന്നിട്ട് പടയങ്കി ധരിച്ചുകൊണ്ട് ഉമ്മയുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അവസാനമായി ഉമ്മയുടെ പൊരുത്തം വാങ്ങാൻ, അവസാനമായി ഉമ്മയോടൊന്ന് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ കടന്നു വന്നപ്പോ ഉമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്.
ഉമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചപ്പോഴാണ് നല്ല പരുത്ത വസ്ത്രം കാണാനിടയായത്. നോക്കുമ്പോൾ ഇരുമ്പിനാലുള്ള പടയങ്കിയാണ് ധരിച്ചിരിക്കുന്നത്. ഉമ്മ മകനോട് ചോദിച്ചു, മോനെ, യുദ്ധത്തിന് പോകുന്ന ഒരാൾക്ക് എന്തിനാണ് ഈ ഇരുമ്പിന്റെ പടയങ്കി? എന്തിനാണ് ഈ ഇരുമ്പിന്റെ പടയങ്കി? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു പടയങ്കിയുടെ ആവശ്യമില്ലല്ലോ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മയോട് പറയാണ്, ഉമ്മ, എനിക്ക് വേണ്ടിയല്ല ഉമ്മ ഞാനിത് ധരിച്ചത്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. പടയങ്കി ധരിച്ചിട്ടല്ലയോ എന്റെ മകൻ യുദ്ധത്തിന് പോകുന്നത്. അതുകൊണ്ട് ഉമ്മയ്ക്കൊരു ആശ്വാസം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ധരിച്ചത്. എന്നിട്ട് പടയങ്കി അള്ളാഹുവിന്റെ മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങൾ മാറ്റുകയാണ്. എന്നിട്ട് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ തന്റെ മകനോട് അവസാനമായി പറഞ്ഞത്, ഇദ്ഹബ് മോനെ, യാതൊരു പേടിയും വേണ്ട മോനെ, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലദർബതുൻ ബിസ്സൈഫി അലാ ഇസ്സിൻ അഫ്ളലു മിൻ ദർബത്തിൻ ബിസ്സൗതി അലാ ദില്ലിൻ. മോനെ, ഇനി ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിന്നെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടച്ച് ചാട്ടവാർ കൊണ്ട് നിരന്തരമായി അടിക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ അഭിമാനത്തോടെ വെട്ടേറ്റ് രണാങ്കണത്തിൽ പിടഞ്ഞു മരിക്കലാണ് നല്ലത്. അതുകൊണ്ട് ഒരു കാരണവശാലും കീഴടങ്ങരുത്, ഒരു കാരണവശാലും മുട്ടുമടക്കരുത്. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, നിന്റെ കൂടെ പടയാളികളും പട്ടാളക്കാരും ഇല്ലെങ്കിലും പേടിക്കേണ്ടതില്ല. ധൈര്യമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് തന്റെ മകനെ യുദ്ധത്തിലേക്ക് പറഞ്ഞയച്ച മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ഉമ്മമാര് നമ്മളിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ശരീരയിലേക്ക് ആടുമേക്കാൻ അയക്കണമെന്നല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ വിഷയത്തിൽ ഉമ്മമാരൊരിക്കലും പതറാൻ പാടില്ല. ഉദാഹരണം പറയാം. തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമായി 10 വയസ്സുള്ള മകനാണ്, 11 വയസ്സുള്ള മകനാണ്, 15 വയസ്സുള്ള മകനാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമായി, പ്രത്യേകിച്ച് വയനാടിന്റെ മരം കോച്ചുന്ന തണുപ്പിൽ തഹജ്ജുദിനെ എണീക്കുക എന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷണമാണ്, അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പരീക്ഷണം തഹജ്ജുദിനെ എണീക്കാന്ന് പറഞ്ഞാൽ. കാരണം എന്നും തണുപ്പ് തന്നെയാണ്. ഈ തണുപ്പില് അല്ലാഹ് വെള്ളം പിന്നെ പറയേ വേണ്ട. ഈ വെള്ളത്തിൽ വുളൂ ചെയ്ത് നിസ്കരിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളെക്കാളൊക്കെ കൂലി ഉണ്ടാവും, അത് ഉറപ്പാണ്. അതിൽ യാതൊരു ഡൗട്ടുമില്ല. മറ്റുള്ള ജില്ലകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ള ജില്ലക്കാരെക്കാളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം കൂടുതലാണ്. കാരണം എന്തേ? എന്ന് നോക്കിയാലും വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം, തണുപ്പാണ്. ഇപ്പൊ ഞാൻ വരുമ്പോ വണ്ടിയിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 20ആണ്. വണ്ടിന്റെ ഉള്ളിൽ ഞങ്ങളിട്ട ടെമ്പറേച്ചർ 24ആണ്. മനസ്സിലായി? 20ആണ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. അപ്പൊ പുറത്തിറങ്ങുമ്പോ ഒരു പൊതുവെ ഒരു AC മാക്സിമം കൊടുക്കുന്ന തണുപ്പ് 18ആണ്. ആ ഒരു ടെമ്പറേച്ചർ ഇപ്പൊ 18 ആയിരിക്കും. നമ്മുടെ ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഒക്കെ 18 ആയിരിക്കും. നിങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും AC വേണ്ട, ഫാന് വേണ്ട എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഹീറ്റർ ആവശ്യമാണ്, അല്ലെ? ഒരു നിലക്ക് ചെലവ് കുറയുമ്പോൾ മറ്റൊരു മേഖലയിൽ ചെലവ് കൂടും. അപ്പൊ ഏതായാലും രാവിലെ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു ഈമാൻ, അതിന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അപ്പൊ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരവിടെ പതറാൻ പാടില്ല. എന്റെ ചെറിയ മോനല്ലേ, ചെറിയ കുഞ്ഞല്ലേ, അങ്ങനൊന്നും ചിന്തിക്കരുത്. എന്ത് ചെറിയ കുഞ്ഞ്? 10 വയസ്സായാൽ പിന്നെ അവരെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചുണർത്തണം. അവിടെയാണ് ഒരു ഉമ്മയുടെ ധീരത പ്രകടിപ്പിക്കേണ്ടത്. പല ഉമ്മമാരും അവിടെ പരാജയപ്പെടാൻ, പല ഉമ്മമാരും അവിടെ തോറ്റുപോവാൻ. മക്കളോടുള്ള സ്നേഹം, ആ സ്നേഹം കാപട്യമാണ്. ആ സ്നേഹത്തിൽ യാതൊരു യാഥാർത്ഥ്യമില്ല. കാരണം എന്തേ? എന്റെ മക്കൾ ഇവിടെ തഹജ്ജുദ് നിസ്കരിച്ച് വളർന്നാലേ നാളെ മഹ്ശർ ആ ലോകത്ത് രക്ഷപ്പെടും, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. എന്റെ മക്കൾക്ക് തഹജ്ജുദ് ശീലമാവണം. എന്റെ മക്കൾ സുബഹി നിസ്കാരം ജമാഅത്ത് ശീലമാവണം. ഈ രീതിയിൽ മക്കളെ നിർബന്ധമായും വിളിച്ചുണർത്താനുള്ള തന്റെ ഇടം ഉമ്മമാര് കാണിക്കണം. അവിടെ പതറരുത്. ആ ഒരു ധീരത നമ്മുടെ ഉമ്മമാര് കാണിക്കണം. നമ്മുടെ മക്കളെ തഹജ്ജുദ് നിസ്കരിപ്പിക്കണം, സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെയുള്ള ഉമ്മമാരെയാണ് നമ്മുടെ സമുദായത്തിന് ആവശ്യമുള്ളത്. ദീനിയായ വിഷയത്തിൽ യാതൊരു എക്സ്ക്യൂസും മക്കൾക്ക് കൊടുക്കൂല. ദീനിയായ വിഷയത്തിൽ ഒരു ഇളവില്ല. നബി തങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമല്ലേ? ഭാര്യമാര് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഭാര്യയോട് പോലും മോശമായി സംസാരിച്ചിട്ടില്ല, അടിമകളോട് മോശമായി സംസാരിച്ചിട്ടില്ല, അതേപോലെ വീട്ടിലെ ജോലിക്കാരോടും മോശമായി സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ബാങ്കിന്റെ വിളിയാളം കേട്ടാൽ, പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടാൽ ഞങ്ങളെ ഒരാളെയും യാതൊരു പരിചയം പോലും ഇല്ലാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബ്
മിണ്ടാതെ പള്ളിയിലേക്ക് നടക്കുമായിരുന്നു. എന്തായിരുന്നു സംസാരം അതുപോലും പൂർത്തിയാക്കൂല എന്നാണ്. എന്തെങ്കിലും ഒരു സംസാരത്തിലായിരിക്കും, എന്തെങ്കിലും ഒരു തമാശയിലായിരിക്കും. ബാങ്കിന്റെ വിളിയാളം കേട്ടാൽ അള്ളാഹുവിന്റെ ഹബീബ് ഗൗരവക്കാരനായി പിന്നെ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. ആ സംസാരം പോലും പൂർത്തിയാവാതെ, ഇന്നലെ കണ്ട പരിചയം പോലും ഭാര്യമാരോട് കാണിക്കാതെ ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് കർക്കശക്കാരനായിരുന്നു. ഇതേ ഒരു സ്വഭാവമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. മക്കളോട് സ്നേഹമുണ്ടാവണം, മക്കളെ സ്നേഹിക്കേണ്ടതുണ്ട്, അവരെ താലോലിക്കേണ്ടതുണ്ട്. പക്ഷെ ദീനിയായ വിഷയത്തിൽ യാതൊരു ഇളവും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അങ്ങനെ ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുടെ ചരിത്രം പറയാനുണ്ട്. ഇമാം ഷാഫഈ തങ്ങൾ വളർന്നത് ഉപ്പയുടെ ശിക്ഷണത്തിലല്ല, ഉമ്മയുടെ ശിക്ഷണത്തിലാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ വളർന്നത് ഉമ്മയുടെ ശിക്ഷണത്തിലാണ്. സുഫിയാൻ സൗരി തങ്ങൾ വളർന്നത് ഉമ്മയുടെ ശിക്ഷണത്തിലാണ്. അങ്ങനെ ഉപ്പമാര് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഉമ്മമാരെ വളർത്തിയ ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ലോകം കണ്ട ഇതിഹാസങ്ങളായി മാറിയത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ കയ്യിലാണ് മക്കളുടെ ഭാവിയുള്ളത്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾ ഇതിഹാസങ്ങളായി, ചരിത്ര പുരുഷന്മാരായി, ദീനിന് സേവനം ചെയ്യുന്ന ഉഖ്റവിയായ ആലിമീങ്ങളായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുപോലെ അള്ളാഹുവിനെ പേടിയുള്ള, സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള, ഏറ്റവും നല്ല ദീനീബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണം. അത് മക്കളോടുള്ള ഒന്നാമത്തെ കടമയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബുൽ അസ്വദ് ദുവലി തങ്ങൾ തന്റെ മക്കളോട് പറയുകയാണ്, ഖദ് അഹ്സൻതു ഇലൈക്കും സിഗാറാ, നിങ്ങൾ വളരെ ചെറുപ്പത്തിലായിരിക്കെ നിങ്ങളോട് ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. വകിബാറാ, നിങ്ങൾ വലുതായപ്പോഴും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. വഖബ്ല അൻ തുലദു, നിങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പും ഞാൻ നിങ്ങളോട് നന്മ ചെയ്തു. ശ്രദ്ധിച്ചോ? നിങ്ങൾ ചെറുപ്പത്തിലായിരിക്കും, ചെറിയ കുട്ടിയായിരിക്കും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വലുതായപ്പോഴും ഞാൻ നിങ്ങളോട് നന്മ ചെയ്യാൻ. എന്തിനേറെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മ പ്രസവിക്കുന്നതിനു മുമ്പേ ഞാൻ നിങ്ങളോട് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ അബുൽ അസ്വദ് ദുവലി തങ്ങൾ പറഞ്ഞപ്പോഴാണ് മക്കൾ ചോദിച്ചത്, ചെറുപ്പത്തിലെ നന്മ നമ്മൾ മനസ്സിലാക്കി, വലുതായപ്പോഴുള്ള നന്മയും നമ്മൾ മനസ്സിലാക്കി, എന്നാൽ ഞങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പേ ഏത് രീതിയിലാണ് ഞങ്ങളോട് നിങ്ങൾ നന്മ ചെയ്തത്? അപ്പോഴാണ് മഹാനായ അബുൽ അസ്വദ് ദുവലി തങ്ങൾ പറഞ്ഞത്, ഇഖ്തർതു ലകും മിനൽ ഉമ്മഹാതി മല്ലാ തുസബ്ബൂന ബിഹാ, നിങ്ങൾക്കൊരിക്കലും അപമാനം തോന്നാത്ത, നിങ്ങൾക്കൊരിക്കലും വെറുപ്പ് തോന്നാത്ത, നിങ്ങൾക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രയാസമായി തോന്നാത്തൊരു ഉമ്മയെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കാരണക്കാരിയായ ഉമ്മയെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. അതാണ് നിങ്ങളുടെ പ്രസവത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചെയ്ത നന്മ എന്ന് മഹാനായ അബുൽ അസ്വദ് ദുവലി തങ്ങൾ പറയുമ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഭാവിയിൽ വരാനിരിക്കുന്ന മക്കളോടുള്ള ഒന്നാമത്തെ കടമ, ആദ്യം കല്യാണം കഴിക്കുന്ന പെണ്ണ് ദീനീബോധമുള്ള, അള്ളാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണായി മാറുക എന്നതാണ്. അള്ളാഹു നമ്മുടെ പെണ്ണുങ്ങളെ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹു നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത്തെ വിഷയം, ഹലാല് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഹലാലായ ഭക്ഷണം മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. കൺകുളിർമയുള്ള മക്കൾ ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതാണ് ഒന്നാമത്തെ വിഷയമാണ് ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഹലാല് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഹറാമായ ഒരു ഭക്ഷണം പോലും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല, നമ്മുടെ ഭാര്യമാരെ ഭക്ഷിപ്പിക്കാൻ പാടില്ല, നമ്മുടെ മക്കൾക്കും നമ്മൾ നൽകാൻ പാടില്ല. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതെങ്കിലും ഒരു ശരീരം ഹറാമിൽ നിന്ന് വളർന്നാൽ ആ ശരീരം നരകത്തിലേക്ക് പോവേണ്ടതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യയ്ക്ക് നൽകുന്ന ഭക്ഷണം ഹറാമായാൽ ഭാര്യ നരകത്തിലാണ്, മക്കൾക്ക് നൽകുന്ന ഭക്ഷണം ഹറാമായാൽ മക്കളും നരകത്തിലാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമായാൽ നമ്മളും നരകത്തിലാണ്. അതുകൊണ്ട് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഭാര്യയുടെ സെലക്ഷൻ ആണെങ്കിൽ രണ്ടാമതായി തെരഞ്ഞെടുക്കേണ്ടത്, രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മളും നമ്മുടെ ഭാര്യയും കഴിക്കുന്ന ഭക്ഷണമാണ്.
നമ്മളും നമ്മുടെ ഭാര്യയും നമ്മൾക്ക് ജനിക്കാനിരിക്കുന്ന മക്കളും ഹലാലല്ലാതെ കഴിക്കാൻ പാടില്ല. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ ഒരു ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളാക്കി മാറ്റാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമോ എന്ന് ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. ഞാൻ എന്ത് ചോദിച്ചാലും ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളായി മാറണം. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളായി മാറാന്ന് പറഞ്ഞാൽ പിന്നെ പേടിക്കാൻ എന്താണുള്ളത്? എന്ത് ചോദിച്ചാലും പഠിച്ചോൻ ഉത്തരം തരും. അല്ലാഹുവിന്റെ ഹബീബേ, ഉദ്ഉല്ലാഹ് അൻ യജഅലനി മുസ്തജാബദ് ദഅവ മുസ്തജാബദ് ദുആ, ദുആഇന് ഉത്തരമുള്ള ഒരാളാക്കി മാറ്റാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത്വിബ് മത്അമക അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദുആ. നീ നിന്റെ ഭക്ഷണം ഹലാലാക്കിയാൽ അല്ലാഹു നിന്റെ ദുആഇന് ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ കാരണം കിട്ടിയില്ലേ? എന്തേ അല്ലാഹു നമ്മുടെ ദുആഇന് ഉത്തരം നൽകാത്തത്? എന്തേ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാത്തത്? ഒന്നുമല്ല, നമ്മുടെ ഭക്ഷണം ഹറാമാണ്, നമ്മുടെ വസ്ത്രം ഹറാമാണ്, നമ്മുടെ വീട് ഹറാമാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹറാമിലൂടെ നീങ്ങിയാൽ അന്നാ യുസ്തജാബു ലഹു യാ റബ്ബ് യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്ന് നിരന്തരമായി ദുആ ചെയ്യുന്നുണ്ട്. അന്നാ യുസ്തജാബു ലഹു, പക്ഷേ എങ്ങനെയാണ് അല്ലാഹു ഉത്തരം നൽകുന്നത്? മത്അമുഹു ഹറാം, ഭക്ഷണം കഴിക്കുന്നത് ഹറാമായ ഭക്ഷണമാണ്. ആ ഹറാമായ ഭക്ഷണം മക്കൾക്ക് കൊടുത്താൽ, ഹറാമായ ഭക്ഷണം ഭാര്യയ്ക്ക് കൊടുത്താൽ മക്കൾ നന്നാവൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം നോമ്പുകാരനാണ്. വൈകുന്നേരമായപ്പോഴാണ് ഒരു പാല് കുടിക്കാൻ കൊണ്ടുവന്നത്. അദ്ദേഹം ചോദിച്ചു, മിൻ ഐന ലക്കും ഹാദൽ ലബൻ, എവിടെ നിന്നാണ് ഈ പാല് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, മിൻ ഷാത്തിനാ, ഞങ്ങളുടെ ആടിൽ നിന്ന് കറന്നു കൊണ്ടുവന്നതാണ്. വമിൻ ഐന തമനുഹാ, ആ ആട് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചു? അതിനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോഴാണ് അവർ ചോദിച്ചത്, യാ നബി അല്ലാഹ്, നിങ്ങൾ എന്തേ അങ്ങനെ ചോദിച്ചത്? ഞങ്ങൾ സാമ്പത്തിക ശുദ്ധിയിൽ സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്നാ മആശിറർ റസൂൽ, ഞങ്ങൾ പ്രവാചകന്മാരായ ആളുകൾ ഉമിർനാ അൻ നഅകുല മിനത് ത്വയ്യിബാതി വനഅമല സ്വാലിഹാ, ഹലാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, സംശയാസ്പദമായ ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. അങ്ങനെ ഹലാലായ കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച് ഹലാലായ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് അല്ലാഹു പ്രവാചകന്മാരോട് കൽപ്പിച്ചത് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മഹാന്മാരായ സ്വഹാബാക്കൾ ഇരിക്കുകയാണ്. ഹസൻ ഇബ്നു അലി തങ്ങൾ, മഹാനായ ഹസൻ തങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വേഗം കൊടുത്തു. ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു സ്ലിപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരും. അതിൽ വളരെ പ്രധാനമായുള്ളത് നമ്മുടെ മക്കളുടെ ഭക്ഷണത്തിന്റെ ചെലവാണ്. ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയുടെ ചെലവ് 25,000 രൂപയാണ്. 6 മാസത്തേക്കുള്ളത് 12,500 രൂപയാണ്. 3 മാസത്തേക്ക് 6,250 രൂപ. ഇതിൽ നിങ്ങൾക്ക് ഏതാ കഴിയാ? ഒരു വർഷത്തേക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ഒന്നിച്ചു കൊടുക്കണമെന്നില്ല. ഈ 360 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ കൊടുത്താലും മതി. ഏതാ നിങ്ങൾക്ക് കഴിയാ? 6 മാസത്തേതാണെങ്കിൽ 6 മാസത്തെ, അതേപോലെ 3 മാസത്തേതാണെങ്കിൽ അങ്ങനെ നിങ്ങളത് കൊടുക്കുക. നിങ്ങൾക്ക് അർശിന്റെ തണല് കിട്ടാനുള്ളൊരു അവസരമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാണ്. നിങ്ങളുടെ പോക്കറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പേരൊന്നും നിങ്ങൾ എഴുതണ്ട, പേരൊന്നും വേണ്ട. ഇതിങ്ങനെ ചുറ്റുപിടിച്ച് ആ പൈസ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് സംഘാടകരെ കയ്യിൽ കൊടുക്ക്. അല്ലാഹു അർശിന്റെ തണല് നൽകി നിങ്ങൾ അനുഗ്രഹിക്കും. കാരണം ഇത് ആരാണ് കൊടുത്തത്, ആരാണ് തന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. പേരും നമ്പറൊക്കെ കൊടുക്കുമ്പോൾ നാട്ടുകാരൊക്കെ അറിയും. അതിന് പ്രതിഫലം ഉണ്ടില്ല എന്നല്ല, പക്ഷെ അർശിന്റെ തണല് കിട്ടുന്ന സദഖ എന്ന് പറയുന്നത് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ്.
അപ്പൊ കയ്യിൽ ക്യാഷ് ഉള്ളവർ, അല്ലാത്തവർ പേരും നമ്പറൊക്കെ കൊടുത്തിട്ട് പോകണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സൗകര്യം പോലെ കൊടുത്താൽ മതി. കയ്യിൽ ക്യാഷ് ഉള്ള ആളുകൾ 6000 ആയാലും 12000 ആയാലും 25000 ആയാലും ഇതിൽ മടക്കി ചുരുട്ടി നമ്മുടെ സംഘാടകരുടെ കയ്യിൽ കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ നമ്മളല്ലാതെ പിന്നെ ആരാ ഏറ്റെടുക്കുക? മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന്റെ പേരിലാണ് പലരും രക്ഷപ്പെട്ടു പോയതെന്ന് മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ അയൽവാസിയുടെ ഒരു ചരിത്രം നമ്മളൊക്കെ കേട്ടതാണ്, ഒരുപാട് തവണ പറഞ്ഞതുമാണ്. എന്നാലും സാഹചര്യ ബന്ധം കൊണ്ട് ഞാൻ ഒന്നും കൂടി ഉണർത്തുകയാണ്. ഒരു കള്ളുകുടിയനായ ഒരു അയൽവാസി മഹാനായ അബൂ ഹനീഫ ഇമാമിനുണ്ടായിരുന്നു. അബൂ ഹനീഫ ഇമാം കള്ളുകുടിയനായ അയൽവാസിയെ ഒരുപാട് തവണ ഉപദേശിച്ചു. മോനെ ഇതൊന്ന് നിർത്തിക്കൂടെ, എന്താ ഇങ്ങനെ കുടിച്ചു നടക്കുന്നത്, നന്നാവണ്ടേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് അബൂ ഹനീഫയോട് പറഞ്ഞത്, അല്ല ഈ ഉസ്താദ് അവർകളെ, നിങ്ങൾ പണി നോക്കിയാൽ മതി, എന്റെ ഖബറിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെന്നാ ചോദിച്ചത്. ഇവിടെ ഇല്ലേ നിങ്ങൾ ഇവിടെ ഇല്ലേ? ഇവിടെ ശ്രദ്ധിച്ചോളി, ആ ലിസ്റ്റ് തരൂ, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ ഫോൺ നമ്പർ എന്തായാലും വേണം. ഫോൺ നമ്പർ പേര് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫോൺ നമ്പർ എഴുതിക്കോളൂ നിങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിട്ട്. ഫോൺ നമ്പർ ചിലപ്പോൾ തെറ്റിപ്പോവും. 3 6 ചില ആളുകളെ വളവന്മാരുണ്ടാവും 25,000 എന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതും. ചിലപ്പോൾ എന്റെ നമ്പറൊക്കെ ആയിരിക്കും, എന്നെ വിളിക്കും സംഘാടകർ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ നമ്പർ തന്നെ എഴുതിയാൽ മതി. അപ്പുറത്തുള്ള ആകുമ്പോഴൊന്നും ചൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ചൊടിയുള്ള ആളെ നമ്പർ അങ്ങനെ ഉണ്ടെന്നാ, ചൊടിയുള്ള ആളെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് പോകും. മഹാവളന്മാർക്ക് ഉണ്ടാവും വേദന്റെ സദസ്സിൽ. അപ്പൊ അതൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതി, നിങ്ങൾക്ക് പഠിച്ചോൻ തരും. നിങ്ങൾ കൊടുത്തത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പഠിച്ചോന് എത്രയും പെട്ടെന്ന് താമസിയാതെ തന്നെ അള്ളാഹു തരും. കഴിയുന്നത് കൊടുത്തോളി, എല്ലാവരും വാങ്ങിക്കോളി. ഇനിയിപ്പോ നിങ്ങൾക്ക് 6000 ഒന്നും കഴിയുന്നില്ല, 2000 കഴിയുന്നുള്ളൂ എങ്കിൽ എവിടെ എഴുതി 2000 എഴുതിയിട്ട് എന്തെങ്കിലും നിങ്ങൾ നമ്പർ എഴുതിക്കോളി. നിങ്ങൾക്ക് കഴിയുന്നത് കൊടുക്കുക. മാക്സിമം 12,000 തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 25,000 തന്നെ ആയിക്കോട്ടെ. ഒരു വർഷത്തേക്കുള്ള ഭക്ഷണ ചെലവല്ലേ. അപ്പൊ ഈ അബൂ ഹനീഫ ഇമാമിന്റെ ഈ ചരിത്രം കേട്ടാൽ നിങ്ങൾ 25,000 തന്നെ ഏറ്റെടുക്കും. അങ്ങനെ ഒരു ചരിത്രമാണ് ഇത്. കള്ളു കുടിച്ച് അലക്ഷ്യനായി ബോധമില്ലാതെ നടന്നിരുന്ന ഒരാൾ അബൂ ഹനീഫ ഇമാം ഉപദേശിച്ചു മടുത്തു. എന്താണ് നിനക്ക് നന്നായിക്കൂടെ, നിങ്ങളെ പണി നോക്കിയാൽ മതി, എന്റെ ഖബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അബൂ ഹനീഫ ഇമാം പിന്നെ വാലും നിർത്തി, ഉപദേശവും നിർത്തി, എല്ലാം നിർത്തി. പിന്നെ മൂപ്പര് പരിപാടി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഈ കള്ളുകുടിയൻ മരിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഭാര്യ വന്ന് മഹാനായ അബൂ ഹനീഫ ഇമാമിനോട് പറയുന്നത്, സാദേ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിങ്ങളൊന്ന് നിസ്കരിക്കാൻ വരണം. ഞാൻ വരൂല എന്ന് പറഞ്ഞു. ഞാൻ വരൂല, കള്ളുകുടിയനായ ഭർത്താവ്, ഞാൻ ഒരുപാട് ഉപദേശിച്ചിട്ടും നന്നായില്ല, അയാൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ ഞാൻ വരൂല എന്ന് പറഞ്ഞു. മൂപ്പര് മയ്യിത്ത് നിസ്കരിക്കാൻ പോയില്ല. അങ്ങനെ അന്ന് രാത്രി മഹാനായ അബൂ ഹനീഫ ഇമാം കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണാനിടയായത്. ആ കള്ളുകുടിയനെയാണ് സ്വപ്നം കണ്ടത്. കള്ളുകുടിയൻ എവിടെന്നറിയോ? കള്ളുകുടിയൻ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ മനോഹരമായ ഉദ്യാനങ്ങളിലൂടെ ഉലാത്തി നടക്കുന്നു.